ഈ ലാമകളെ ഇഷ്ടപ്പെടുന്നത് ഇദ്ദേഹമാണല്ലേ? രണ്ടുപേർക്കും ഇഷ്ടമാണ്. പോയി കണ്ടിട്ടുള്ളതും കൂടെ ഇടപെട്ടിട്ടുള്ളതൊക്കെ ഇവനാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു ലാമേനെ കാണുന്ന ഈ കഴിഞ്ഞ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്രയിലാണ്. അന്ന് ഒരു മൊണാസ്ട്രിയിൽ ഞാൻ കയറി, ടിംഗ്ബോച്ച എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. പുള്ളി കൊടുത്തൊരു ഇതാണ്. ഓക്കെ, എല്ലാം വലിച്ചൂരിയാണ് കാണുന്നത്. എന്താണത്? അതിന്റെ എംബ്ലമാണോ അതോ? എംബ്ലമൊന്നുമില്ല, അത് വെറും ഒരു ചരട് മാത്രമാണ്. ചരട് മാത്രം? അല്ല, ഈ ചരട് എന്തുദ്ദേശിച്ച് തന്നു? അല്ല, ഞാൻ വിചാരിച്ചു ഇത് എന്തെങ്കിലും പ്രത്യേകത ഉള്ള ചരടാണ്, അവരുടെ വിശ്വാസമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട സാധനമാണോ എന്നുള്ള രീതി. ഞാൻ ചോദിച്ചു ഇതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന്. ഇത് അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല, വെറുതെ ഒരു ചരട് ഓർമ്മയ്ക്ക് വേണ്ടി തന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്കാരൻ എന്നിട്ട് പറഞ്ഞത് ആക്ച്വലി അത് പിന്നീട് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ അപ്പോൾ അതിന് വല്ലാത്തൊരു ഫിലോസഫിക്കൽ ആഴമുള്ള പോലെ എനിക്ക് തോന്നി. അത് ലൈക്ക് ഒന്നിനും പ്രത്യേകതയില്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിക്കോ എനിക്കോ ആ മൊണാസ്ട്രിക്കോ ഈ ലോകത്തിലെ എന്താണ് വേഷ സംവിധാനം? സാധാരണ നമ്മൾ ഈ ലാമകളെ കാണുന്ന പോലെ നമ്മുടെ റിംബോച്ചേൻ്റെ ഒക്കെ പോലത്തെ, യോധയിലെ റിംബോച്ചയുടെ ഒക്കെ പോലത്തെ ഒരു രൂപമാണ് പുള്ളിക്കാരൻ. ആ കുട്ടീനെ എങ്ങനെ വലുതാക്കി വെച്ചോ അതുപോലെയാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. ഇവർക്ക് ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ പോയി കാണുന്നത്. കാരണം ഈ പറയുന്ന പോലെ ഒരു ബുദ്ധൻ്റെ വഴിയിൽ ചിന്തിക്കുകയും എന്ന് പറഞ്ഞ ഈ ഒരു ഏതാണ് സ്ഥലം ഇത് ടിംഗ്ബോച്ച എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് 4000 മീറ്റർ ഉയരത്തിലാണ് ഇവർ താമസിക്കുന്നത്. സമുദ്രനിരപ്പിൽ 4000 മീറ്റർ ഉയരത്തിലാണ്. തണുപ്പാണ്, എവറസ്റ്റിലേക്ക് പോകുന്ന വഴിയല്ലേ. അപ്പോൾ അവരുടെ ഭക്ഷണം എന്താണ്? അവര് സാധാരണ അവിടുത്തെ നാട്ടുകാർ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് അവർ കഴിക്കുന്നത്. വെജിറ്റേറിയൻ സാധാരണ ഭക്ഷണങ്ങളൊക്കെ അവർ കഴിക്കും. അവർക്ക് ഇന്ന എന്തെങ്കിലും രൂപം ആരാധനയുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അവർക്കൊരു മൊണാസ്ട്രി ഉണ്ട്, അങ്ങനത്തെ പരിപാടി. എനിക്ക് ഈ പറയുന്ന പോലത്തെ മതവിശ്വാസങ്ങൾ ഒന്നുമുള്ള ഒരാളല്ല. എന്നെ അച്ഛനും അമ്മയും കുഞ്ഞിനെ പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മതമൊന്നും തന്നിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ച ഈ ലാമകൾ. അല്ല, പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവരിൽ അട്രാക്റ്റഡ് ആവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ബുദ്ധനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ബുദ്ധിസം അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നും ഇല്ലായ്മയിലൊരു വിശ്വാസം കണ്ടെത്തി അങ്ങനെ പോകുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള അനുഭവമാണ്. എങ്ങനെ ഇവർക്ക് ഇത് രണ്ടും കൂടെ സാധിക്കുന്നു? ബുദ്ധൻ ആക്ച്വലി ഈ പറയുന്ന വിശ്വാസങ്ങൾക്കൊക്കെ എതിരായിട്ട് നിൽക്കുകയും ഇവർ അത് വെച്ചൊരു മതം പോലെ ഫോം ചെയ്തിട്ട് ഇവരിങ്ങനെ പോകും. എനിക്ക് ഭയങ്കര ഇവരിൽ ഞാൻ അട്രാക്റ്റ് ആവാനുള്ള പ്രധാന കാരണം ഇവർ രണ്ട് എക്സ്ട്രീംസിനുള്ളിൽ നിന്നിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ പറയുന്ന പോലെ ഇവരെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല, ഇവർക്ക് സന്തോഷവും ഇല്ല, വിഷമവും ഇല്ല, ദേഷ്യവും ഇല്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു നിർവികാരനാണ്, വെറും നിർവികാരൻ. നമ്മൾ വരുമ്പോൾ നമ്മളെ ഈ പറഞ്ഞ മൈൻഡ് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരൻ എനിക്ക് എന്താ പറയുക, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കൊരു എന്നെ മൊണാസ്ട്രിയിൽ എല്ലാ സ്ഥലവും കൊണ്ട് കാണിച്ചു. എന്നിട്ട് ഈ പറഞ്ഞാൽ ഇതിനൊന്നും ഒരു പ്രത്യേകത ഇല്ല എന്നുള്ളത് പറഞ്ഞു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളവരെയാണ് സാധാരണ എല്ലാവരും പറ്റിക്കുക. ഇതിൽ ഇപ്പോൾ എന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ്, ഞാൻ ഭയങ്കര ഫാനാണെന്നൊക്കെ പറയുമ്പോഴാണ് ശരിക്കും എനിക്ക് അവരെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് വരുന്ന എന്നെപ്പോൾ ഒരാളുടെ അടുത്ത് പറയുന്നത് ഇതിനൊന്നിനും ഒരു പ്രത്യേകത ഇല്ലെന്നാണ്. അതായത് ഒന്നിനും പ്രത്യേകതയില്ല, അതായത് ലോകത്തിൽ ഒന്നിനും ഒരു പ്രത്യേകതയില്ല. പക്ഷേ നിനക്ക് എന്തിലെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകതയുള്ളതാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള രീതിയിൽ. അത് ആക്ച്വലി ഞാൻ പിന്നീട് പ്രോസസ്സ് ചെയ്തെടുത്ത ഒരു സാധനമാണ് അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. പുള്ളിക്കാരൻ ആക്ച്വലി അതിന് ശേഷം എന്നെ പുള്ളിക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എനിക്കൊരു ചായയൊക്കെ ഇട്ട് തന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് തന്നു. 4000 മീറ്റർ ഉയരത്തിൽ വെച്ച് ബിസ്ക്കറ്റ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാര സംഭവമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊരാൾ ബിസ്ക്കറ്റ് തരികയാണെങ്കിൽ നമ്മൾ പറയും നമ്മളെ അവൻ ബിസ്ക്കറ്റ് തന്നതിനകത്ത് ഒതുക്കിയെന്ന് പറയും. പക്ഷേ അവിടെ ഒരാൾ ബിസ്ക്കറ്റ് നമുക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻറ്റാണ്. കാരണം 4-5 ദിവസം ഈ മല കയറി 4000 മീറ്റർ കയറിയിട്ടാണ് മുകളിൽ ബിസ്ക്കറ്റ് കൊണ്ടുവരുന്നത്. അത്രയും വില പിടിച്ച സാധനമാണ് അവിടെ ബിസ്ക്കറ്റ്. അപ്പോൾ 2 ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ടിട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. പ്രവൃത്തി കൊണ്ട് അവർ നമ്മളെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവരിൽ ഒരാളാവാൻ അല്ലെങ്കിൽ അവരുടെ ഇതിനെ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ശ്രമിച്ചൊന്നുമില്ല. എന്നെ ഞാനായിട്ട്, അതിപ്പോൾ ഞാൻ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഞാൻ ഞാൻ എന്തോ ആയിക്കോട്ടെ, മനുഷ്യനായാലും പട്ടിയായാലും അവരങ്ങനെ തന്നെ പെരുമാറുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എനിക്ക് അവരിൽ സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത്. അത്രേ ഉള്ളൂ. ഈ ചരടിൽ വേറെ വലിയ ഒരു പ്രത്യേകത ഒന്നുമില്ല. പുള്ളിക്കാരൻ തന്ന ഇഷ്ടത്തിൽ ഓർമ്മയായിട്ട് ഞാൻ നമ്മൾ എപ്പോഴും കണ്ണാടി നോക്കുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം നമുക്ക് പെട്ടെന്ന് ഓർമ്മ അവിടെ പോവും. ഇപ്പം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വരികയും ചെയ്യും. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഈ സാധനങ്ങൾ ഇതെല്ലാം എൻ്റെ ഓരോ കൂട്ടുകാർ തരുന്നതാണ്. ഈ ലാമ തരുന്ന പോലെ തന്നെ എൻ്റെ കൂട്ടുകാർ തരുന്ന സാധനങ്ങൾ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നതൊക്കെ. എനിക്കിതുപോലെ കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടുകാർ ഓർമ്മകൾ ഞാനിങ്ങനെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുണ്ട്. കൊടുത്തൂടെ?
അനിയത്തിയുടെ കയ്യിലും അങ്ങനെ കുറെ സാധനമുണ്ട്. ഉണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു. നിങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പഠിച്ചിട്ടില്ല? ഇല്ല, സ്കൂളിൽ പോയിട്ടില്ല. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ മിക്കവാറും കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റിക്കുകയും അല്ലേ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓ എന്നെ പറ്റിച്ചാണ്. പക്ഷെ ഈ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ പറ്റിച്ചേ എന്ന് മനസ്സിലാവൂ. കൊള്ളാലോ, ഈ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ ഇങ്ങനൊന്നുമല്ല ആൾക്കാർ എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ളത്. സ്കൂളിൽ പോകുമ്പോൾ അത് നിങ്ങൾക്ക് മിസ്സാവില്ലേ, നിങ്ങൾക്ക് സൗഹൃദം മിസ്സാവില്ലേ? പക്ഷെ ഇത് വല്ലാണ്ട് പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, നമുക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം അതാണ്. ആര് പറ്റിച്ചാലും നമുക്ക് അറിയത്തില്ല. അങ്ങനല്ല, ഇങ്ങനെ പറ്റിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് വളർന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും ഇടപെടുന്ന അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തായിരുന്നു. പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു മാറ്റം വരുമ്പോഴത്തേക്കും നമുക്കറിയില്ല ഈ സംഭവം. നിങ്ങളെ ഒരു എക്സാമ്പിൾ പറയോ, എന്താണ് അങ്ങനെ പറ്റിക്കപ്പെട്ട ഒരു കാര്യം? അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കണം എന്നില്ല, ചെറുതായിരിക്കും. പക്ഷെ നമുക്കത് പുതിയതാണ്. നിങ്ങൾക്കത് വലിയ ആഘാതമായിരിക്കും. ഇല്ല, ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് തൊഴിൽ ചൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിലുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മളെ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സാധനം ഒരാൾക്ക് വേണം. നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അത് മനുഷ്യന് വേണം. പക്ഷേ ദേ ആർ നോട്ട് പേയിങ് ഫോർ ഇറ്റ്. അപ്പം ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ വർക്ക് ഉപയോഗിച്ചിട്ടല്ല, എൻ്റെ തലയിലുള്ളൊരു സാധനമാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവർ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് തന്നെയല്ലേ. പക്ഷേ ഈ ആർട്ടിനൊന്നും അങ്ങനെ ഒരു വാല്യൂ കാണാത്തൊരു സൊസൈറ്റി അങ്ങനെ വരുന്നത്. അപ്പോൾ ലൈക്ക് പിന്നീട് മനസ്സിലായി തുടങ്ങി ഈ വാല്യൂ കാണാത്തൊരു സൊസൈറ്റിയുടെ മാത്രം പ്രശ്നമല്ല, ഇതവർ പറ്റിക്കുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ നമുക്കിടയിലുണ്ട് കേട്ടോ. ഇപ്പോൾ പക്ഷേ നമ്മൾ പിന്നീട് അത് അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് അഡോപ്റ്റ് ആവുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് പിന്നീട് നമ്മളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും സീരിയസ്ലി ഇതെങ്ങനെയാണ് ഈ ചോദ്യം ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊരു കുഴപ്പം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പറയാം, വൺസ് അപ്പോൺ എ ടൈം അത് കഴിഞ്ഞു. ഞാൻ പുറകോട്ട് പോവാണ്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേരും ചൈൽഡ്ഹുഡ് ഉണ്ട്, കുട്ടിക്കാലം. ഈ കുട്ടിക്കാലം പഠനമില്ലാത്ത കുട്ടിക്കാലം, വീട്ടിൽ തന്നെ അല്ലെ, വേറൊരു ജീവിതം. അതിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ വേറൊരു ലൈഫാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വല്ലതും തോന്നാറുണ്ടോ? ഒരു എക്സ്പീരിയൻസ് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് അത് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടികൾക്ക് നമ്മളുടെ ഒരു ലൈഫും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് സ്വയം ഉറപ്പായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് അത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതും നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയല്ല, ഇതിപ്പോ ബാക്കി എല്ലാ രീതിയിലും ഭയങ്കര സന്തോഷമുള്ള ഒരു ജീവിതമായിരുന്നു. സന്തോഷമുള്ളൊരു ജീവിതം. ലൈക്ക് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും അവർക്ക് കുട്ടികളുണ്ടായപ്പോൾ വിചാരിച്ചത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ബാല്യം മാത്രം കൊടുക്കണം എന്നാണ്. അല്ലാതെ ഇവരെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും വലിയൊരു വീടുണ്ടാക്കി കൊടുക്കണം, അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് 10 വയസ്സ് വരെയുള്ള ഒരു ജീവിതം അവർക്ക് നല്ലൊരു കാലഘട്ടമായിരിക്കണം, നല്ല ഒരു ഓർമ്മയായിരിക്കണം. അപ്പോൾ അത് ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഒരു നഷ്ടം തോന്നുന്നില്ല? ഇല്ല, തീർച്ചയായിട്ടും നഷ്ടം തോന്നുന്നില്ല. ബാല്യകാലം ഇല്ല. എങ്ങനെയാ നഷ്ടം തോന്നുന്നത്? നമുക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുട്ടികളെയൊക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ ഒരുപാട്, കാരണം അവര് തമ്മിൽ ഇപ്പൊ സ്കൂളിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിപ്പം ഞാൻ സ്കൂളിൽ പോയതിന്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതായത് എന്നെ വലിച്ചഴിച്ചോണ്ട് പോയി സ്കൂളിൽ കൊണ്ട് കയറഞ്ഞ് അടിച്ച് എന്നെ അവിടെ കൊണ്ടിരുത്തും. പക്ഷെ ഓർക്കാൻ ഇഷ്ടമുള്ള ഒരു ഓർമ്മയാണത്. ഇപ്പോഴും ഓർക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഓർക്കാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഉറക്കത്തിൽ വരെ എനിക്ക് പേടിയാണ്. കാരണം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ആ സ്കൂളിൽ ഈ മഷിത്തണ്ടിന്റെ ഒക്കെ ഒരു സ്മെൽ. മഷിത്തണ്ട് കേട്ടിട്ടുണ്ടോ? മായ്ക്കാൻ എന്തോ എന്ന് പറഞ്ഞില്ലേ, അവിടാണ് ഞാൻ കമ്മിങ് ടു ദ പോയിന്റ്. അതായത് മഷിത്തണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സ്ലേറ്റിൽ ഇങ്ങനെ മായ്ക്കുന്നതാണ്, അതിൻ്റെ തണ്ടാണ്. അപ്പോൾ ആ മഷിത്തണ്ട് വെച്ചിങ്ങനെ ഇത് മായ്ക്കുക. പിന്നെ ചെറിയ ചാലുണ്ട്, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഈ വെള്ളം അതിൽ ഈ നീർക്കോലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നീർക്കോലി ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ നമ്മുടെ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊരു കമ്പുണ്ട്, വെച്ചൊരൊറ്റ കീറാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇതുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് അപ്പുറത്തെ കൂട്ടുകാരൻ അവനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം നമ്മൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടാതെ വന്നിട്ട് അവൻ കയ്യിലിരിക്കുന്ന
പേനയെന്ന് എടുത്തിട്ട് ഒരടി നോക്കും, നമ്മളറിയത്തില്ല, നമ്മുടെ പുറത്താണ് ഒരു വര ക്രോസ് ആയിട്ട്. അപ്പോൾ അത് പോകുമ്പോഴത്തേക്ക് പിന്നെ അപ്പം നമ്മൾ വിചാരിക്കാം, എടാ നിനക്ക് നാളെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുങ്കുമോ എന്തെങ്കിലുമൊക്കെ കലക്കി ഒരു ഇത് ബലൂണിനകത്ത്, ചെറിയ ബലൂണിനകത്ത് കിട്ടിയിട്ട് അവൻ ഇരിക്കുന്ന സീറ്റിൻ്റെ അടി കൊണ്ടുവച്ച് കൊടുക്കും. അപ്പം അങ്ങനെയുള്ളൊരു ഈ കുസൃതി നിറഞ്ഞ ബാല്യകാലം, ഈ സ്കൂള്, അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? അതാണ് എൻ്റെ കുസൃതി നിറഞ്ഞ ഒരു സ്കൂൾ ജീവിതം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് കറക്റ്റ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ആൾക്കാർ ഒരു സ്കൂളിൽ മാത്രം ഈ കുസൃതി കാണിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ബാല്യം ഉണ്ടായി നമ്മൾ ഓൾ കേരള കടന്ന് കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇപ്പോഴും ഞങ്ങളെ കുഞ്ഞിലെ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ പറയും ലൈക്ക് ഞങ്ങൾ ഭയങ്കര വികൃതികളായിരുന്നോ കുഞ്ഞിലെ. അത് പക്ഷെ അച്ഛനും അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. അതാണ് ഞങ്ങൾ ആദ്യം പറയാൻ ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരായിരുന്നു എന്ന് മനസ്സിലായില്ലേ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിലെ മുതൽ ഞങ്ങൾ പരസ്പരമുള്ള ഒത്തിരി സീക്രട്ടുകൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ചിലപ്പോൾ ഈ പറയുന്ന പോലെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ചിലരൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ എന്തായാലും ഒരു കാര്യം എനിക്ക് ആ സീക്രട്ട് ഒന്ന് പൊളിച്ചു തരണം. ഏത് സീക്രട്ടാ? ഞാൻ ആരാണ് മിനന്റെ മനസ്സിലുള്ള ആ ദേവത? ദൈവത്തെ ഇനി ദേവച്ചാണോ തുടങ്ങുന്നേ? ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങക്ക് ഇതുപോലെ തന്നെ പോണമല്ലോ. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഉണ്ടാവണമല്ലോ. വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ആണ്. അത് മിനനെ കാട്ടിലൊരു 3-4 വയസ്സ് ഇളയതാണ്. അന്ന് നീ എങ്ങനെ ചിരിച്ച? ഞാൻ ഒന്നും പറയുന്നില്ല. ഒന്നും പറയുന്നില്ല. എന്നാ നല്ല നിറം, നല്ല നിറം, നമ്മ ചീത്ത ഒരു നല്ല നിറമാണ്. അത്രയും മതി. അത് ഏത് കളറാണ്? നല്ല നിറം എന്ന് പറയുമ്പോഴത്തേക്ക് കറുപ്പല്ലല്ലോ, കറുപ്പിന് 7 കാണും. എന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തിരി വെളുപ്പാണ്. കറുപ്പ് എന്താ നല്ല കളറല്ലേ? കറുപ്പും കൊള്ളാം, പക്ഷെ അതല്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നല്ല കളറാണ്. അതെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല കളർ. അപ്പൊ ഇരുനിറം. ഇതെന്താണ് ഇങ്ങനെ? ഇതൊക്കെ ഇങ്ങനാ അല്ല, ഇതൊക്കെ സംസാരിച്ചു. മിന്റുവിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ? മിന്റുവിന്റെ സങ്കല്പം എന്താണ്? എന്റെ സങ്കല്പം ഒരു ഫോട്ടോഗ്രാഫർ ആകണം, അതൊക്കെ സമ്മതിച്ചു. എന്നാലും ഇപ്പൊ പറയുന്നത് നല്ലതാണ്. ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ അത് നല്ലത്. അതൊക്കെ ചെലവുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഒരു സങ്കല്പം? എന്റെ ഒരു സങ്കല്പം ഇതുപോലെ 10ാം ക്ലാസ് വരെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ആൾ അങ്ങനെയൊന്നും വേണ്ടല്ലോ. എന്ത് സാധനമാണെങ്കിലും അയാൾ ചെയ്യുന്ന പരിപാടി അയാൾക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ആയിരിക്കണം. അതിൽ അയാൾ അടിപൊളിയായിരിക്കണം, അത്രേ ഉള്ളൂ. അയാൾ വാറ്റാണെങ്കിലോ അതിലയാൾ നമ്പർ 1 ആയിരിക്കും. അല്ലാതെ ലോക്കലായിട്ട് വാറ്റുന്ന ഒരാളാണ്. വാറ്റുന്ന ആളാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു വാറ്റുകാരനാണ്. അടിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കണം. അത് തന്നെ. ഇല്ല, അവള് പറഞ്ഞൊരു പോയിന്റ് അല്ല, നല്ല ക്യുക്കായിട്ടുള്ള ആൻസർ. ഇഷ്ടപ്പെട്ട പണിയായിരിക്കണം പുള്ളി ചെയ്യുന്നത്. ചെയ്യുന്ന പണി അടിപൊളിയായിരിക്കണം. എന്നെ പൊന്നു പോലെ നോക്കണം, എന്നെ കെയർ ചെയ്യണം, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. എന്ത് ജോലിയായാലും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലും മതി. ഓക്കെ, ഇയാളിങ്ങനെ ആയി വരുന്ന അത്രേ ഉള്ളൂ. എങ്ങനെ ആളിങ്ങനെ ആളുടെ ഒരു സാധനത്തിൽ അടിപൊളിയായി വരുന്ന ഒരു സാധനം കാണാൻ പറ്റണം, അത്രേ ഉള്ളൂ. അയാൾ നന്നായിട്ട് ഉയർച്ചകളിലോട്ട് വരണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ എന്താണ് ആത്മാർത്ഥത, എന്ത് കാര്യത്തിലും ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. അങ്ങനെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ചിലപ്പോ ആദ്യത്തെ ഒരാള് വിളിച്ചെന്നിരിക്കുമ്പോ അതും കാടുകളിലാണല്ലോ. ഇതിപ്പോ ലൈക്ക് മിനൻ ഒന്നും മിണ്ടാത്ത ഒരു അവസ്ഥയില് കൂട്ടിക്കിടക്കുകയാണ്. അവൻ അങ്ങനെ ഒരെണ്ണം ഉള്ളതുകൊണ്ട് അവനെ സൂക്ഷിച്ചും കണ്ടല്ലേ സംസാരിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് വേണേലും പറയാം. എനിക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. മിന്റുവിന് നോക്കേണ്ട കാര്യമൊന്നുമില്ല.